2 തിമോഥെയോസ് 2:11 മുതൽ 13 വരെയുള്ള ഭാഗം. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും ഈ വചനത്തിൻ്റെ മേൽ നിങ്ങളുടെ കരങ്ങൾ വെച്ചെന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ കരങ്ങൾ ഈ വചനത്തിൻ്റെ മേലൊന്ന് ആഴമായി വെച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഇടപെടണമേ. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറ്റണം. ദൈവാത്മാവ് സംസാരിക്കണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല തടസ്സത്തെ ഞാൻ ശാസിക്കുന്നതിനെ ഭർസിച്ച് മാറ്റുന്നു. അവിടുത്തെ രക്തത്താൽ കൈ ശുദ്ധീകരിക്കണം. ജ്ഞാനത്തിലും പരിജ്ഞാനം നിറയ്ക്കണം. മാനുഷ്യമായ ശബ്ദം വേണ്ട, ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവേ അവിടുന്ന് ഈ വചനത്തിന് ആഴങ്ങളിലേക്ക് ഇടപെടുക. ഇതിനകത്തിരിക്കുന്ന ഒരു മക്കൾ പോലും അലസ്യമേരിക്കാതെ ഈ ശബ്ദം കേൾക്കുന്ന മന്ന ടി വിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബിൽ ചാനൽ കേൾക്കുന്ന ലോകമെമ്പാട് സകലവർക്കും ഇതൊരു അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അവിടുത്തതാണ്, അടിയൻ അവിടത്താണ്. ഉപയോഗിക്കണം. അവിടുത്തെ കയ്യിൽ വിളങ്ങുന്ന ഒരു ആയുധമാക്കി അങ്ങ് മാറ്റണം. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാം, ഇന്ന് ഞങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമാണോ സകലതും തരുക. ഇന്ന് ഒരു വ്യക്തി പോലും ഇത് കേൾക്കുന്നവർ നിരാശയോട് മടങ്ങരുത്. അവർ നിറയപ്പെടണം, വിടുതൽ നടക്കണം, അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇത് ഏത് കോണിൽ നിന്ന് കേട്ടാലും അവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കത്തക്കവണ്ണം മഹത്വം അങ്ങെടുക്കണം. സകല യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെയും അധ്യക്ഷനായിരിക്കണം. യേശു ക്രിസ്തു നാമത്തന്നെ, ആമേൻ. മത്തായി സുവിശേഷം 23:25-28 വരെ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. വെള്ള തേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കും. അതിൻ്റെ മത്തായി സുവിശേഷം 23:25 നമ്മൾ വായിച്ചത്, കപടഭക്തിക്കാരന്മായ ശാസ്ത്രിമാരും യേശുവിൻ്റെ കൂടെ പരീശന്മാരുമുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. യേശുവിൻ്റെ കൂടെ ആയിരുന്നിട്ട് പോലും കപടഭക്തിക്കാരന്മാരുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഭക്തി ഉണ്ടെങ്കിലും കാര്യത്തിലില്ല. അന്നത്തെ ശാസ്ത്രിമാരും യേശുവിൻ്റെ കൂടെ നടന്നിട്ട് യേശുവിൻ്റെ ഓരോ ചോദ്യങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള വ്യക്തി പരീശന്മാരുണ്ടായിരുന്നു. ആയുള്ളവരെ യേശു അത്ഭുതം കണ്ട് ചെയ്തിട്ട് പോലും അത്ഭുതത്തിൽ വിശ്വസിക്കാൻ കഴിയാതെ ആര് തിരിച്ചു ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്നുള്ളവർ, നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ നോക്കിക്കോളണം. അടുത്ത പറയുന്നു, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകമോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. നോക്കിക്കോണം, കിണ്ടികിണ്ണങ്ങളുടെ പുറം നിങ്ങൾ നല്ലപോലെ, പുറമൊക്കെ നല്ലപോലെ തേച്ച് നല്ലപോലെ മിനുക്കും, പക്ഷെ അകം ഒന്ന് നീറ്റാക്കാൻ പറ്റണില്ല. മനസ്സിലാവുന്നവർക്ക് സ്തോത്രം. നിങ്ങളെല്ലാവരും പോയോ? ബസേറി പോയോ? പ്രൈസ് ദി ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്നു, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറമേ നോക്കണം, അകത്തോ അതിക്രമം എന്തിറങ്ങണു? കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കും. നമ്മൾ കഴുകുമ്പോൾ പുറമേ ഉള്ളതല്ല, ഇന്ന് പുറമേ മാത്രമല്ല, നിങ്ങളുടെ കിണ്ടികിണ്ണങ്ങൾ നിങ്ങൾ നല്ലപോലെ നല്ല സോപ്പും എല്ലാം ഇട്ട് നല്ലപോലെ കഴുകുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് കഴുകുവാനാ പറയുന്നത്, ഒന്ന് ശുദ്ധമാക്കുവാനാ പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് പുറമേ കഴുകാൻ പറ്റും, അകമേ നിങ്ങളുടെ ഹൃദയം കൊണ്ട് കഴുകണമെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. ഇന്ന് ആമേ മനുഷ്യൻ വേണമെങ്കിൽ പുറത്ത് വേണമെങ്കിൽ നീറ്റാക്കാൻ പറ്റും, അകത്ത് ശ്രമിക്കണമെങ്കിൽ അവനവൻ ശ്രമിച്ചാലേ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ എന്നെ വന്ന് കുളിപ്പിക്കണമെങ്കിൽ ഒരാളിന് പറ്റും, പുറത്ത് സോപ്പൊക്കെ തേച്ചേരെ കുളിപ്പിക്കാൻ എല്ലാം ഓക്കെയാണ്, അല്ലേ? ഓക്കെയാണ്. എൻ്റെ അമ്മ എന്നെ നല്ലപോലെ കുളിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ പപ്പ എന്നെ നല്ലപോലെ കുളിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അകമേ ഒന്ന് വൃത്തിയാകണമെങ്കിൽ ഞാൻ വിചാരിക്കണം, അകത്ത് കിടക്കുന്ന മാലിന്യത്തിന്റെ
കിണ്ടിയാണെങ്കിൽ നല്ലപോലെ ക്ലാവ് പിടിച്ചിരിക്കുകയാണ്, പക്ഷെ പുറമെ നല്ല തേച്ച് മിനുക്കും പലവരും. പാത്രം എടുക്കുമ്പോൾ പുറം മാത്രം തേച്ചാൽ പോരാ കുഞ്ഞെ, അകം കൂടെ ഒന്ന് തേക്കണം. അതിനകത്ത് നിങ്ങൾ പുറമേ നോക്കിയിട്ട് പുറമേ മിനുമിനായിരിക്കുന്നുണ്ട്, പക്ഷെ അകം കൂടെ മിനുമിനാവണം. അകം കൂടെ മിനുമിന വരത്തക്ക വണ്ണം നിങ്ങളെ അശുദ്ധമാക്കുന്ന മാറ്റി നിങ്ങൾ തേച്ച് അവിശ്വാസത്തിൻ്റെ ആ ഒരു കിടക്കുന്ന അവിശ്വാസത്തിൻ്റെ മേൽ കപടഭക്തി, എന്നുവെച്ചാൽ ഭക്തി ഉണ്ടെങ്കിലും കപടഭക്തിയാ. ഞങ്ങൾ എന്നുവെച്ചാൽ ദൈവത്തിൽ അത്രത്തോളം ആ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്ത രീതിയില്ല, അതാണ് കപടമായി കിടക്കുന്നത്. അതിനെ എടുത്ത് കളയത്തക്ക വണ്ണം അതിക്രമം എന്ത് നിറഞ്ഞിരിക്കുന്നു? കവർച്ചയും അതിക്രമം നിറഞ്ഞിരിക്കുന്നു. മനസ്സിനകത്ത് ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നുണ്ട്, പക്ഷേ മനസ്സിനകത്ത് അഹങ്കാരം, പക, പിണക്കം, ദോഷം, വിദ്വേഷം, ജഡത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും പറയുമ്പോൾ പിണങ്ങി ഒറ്റ പോക്കാണ്. പോവരുത്, നിന്റെ ഒന്ന് കഴിയണം, ഒന്നെല്ലാം സഹിക്കണം. നമ്മുടെ ഹൃദയത്തെ ആരോടാ? ദൈവത്തോടാണ്. നിങ്ങൾ ചെത്തിയൊന്ന് വെടുപ്പാക്കണം. എന്തെങ്കിലും പറയുമ്പോൾ അതനുസരിച്ച് നമ്മൾ ആ രീതിയിൽ ആത്മാ നിലവാരത്തിലേക്ക് നമ്മൾ നന്നായി വലുത് കേൾക്കുമ്പോൾ ഇതിന് ഈ അഴുക്കുകളെ, മാലിന്യങ്ങളെ എടുത്തു കളയണം. പ്രൈസ് ദി ലോർഡ്, വെടിപ്പാക്കണം. അടുത്ത് പറയുന്നു 26-ാമത്തെ കുരുടനായ പരീശനെ കിണ്ടി കിണ്ണങ്ങളുടെ പുറമെ വെടിപ്പാക്കുന്ന കുരുടനായ, കണ്ണ് കണ്ടുകൂടാത്തവൻ, അവന് പുറമേ നോക്കാൻ പറ്റൂ, അകമേ കാണാൻ പറ്റുന്നില്ല, അവൻ പുറമേ നല്ലപോലെ വെടിപ്പാക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അകമേ വെടിപ്പാക്കൽ. കണ്ണ് കണ്ടുകൂടാത്തവന് പുറമേ അറിയാൻ പറ്റത്തുള്ളൂ, പുറമേ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്, എന്നാൽ അകമേ അവന് പറ്റുന്നില്ല. മുമ്പേ അവരുടെ അകം വെടിപ്പാക്കുക. ഇതാ പറയുന്നുണ്ട്, നീ പുറത്ത് വെടിപ്പാക്കുന്ന പോലെ അകമേ ഒന്ന് വെടിപ്പാക്കണം. ഇന്ന് കണ്ണ് കണ്ടെങ്കിലും കണ്ണുണ്ടെങ്കിലും കാണാൻ പറ്റാത്ത അനുഭവത്തിലേക്ക് നിന്റെ ഹൃദയത്തെ ഒന്ന് വെടിപ്പാക്കാനോ തിരുവചനം പറയുന്നത്. നിന്റെ ഹൃദയത്തെ ഒന്ന് നല്ലപോലെ വെടിപ്പാക്കണം. ഹൃദയ ശുദ്ധിയാണ് ദൈവത്തിന് വേണ്ടത്. ഇന്ന് പുറമേ നല്ല ശുദ്ധീകരിക്കുന്ന പോലെ പുറമേ നല്ല സ്പ്രേ അടിച്ചുകൊണ്ടുണ്ടോ? പുറമേയൊക്കെ നമ്മൾ മാക്സിമം അല്ലേ ഓക്കെയാണ്, അകത്തൂടെ ഒന്ന് അടിച്ചിട്ടുണ്ടോ? അപ്പോൾ പറയും, പക്ഷേ ഞാൻ കുറച്ച് കൊടുത്ത് കുടിച്ചാൽ മതിയാ, സ്പ്രേ എടുത്ത് കുടിച്ചാലല്ല ശരിയാവോ? ആവത്തില്ല. കാരണം നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് കരയുമ്പോൾ, കണ്ണുനീർ താരതാര് വരുമ്പോൾ പറയും ഹൃദയ ശുദ്ധമാകുന്നുണ്ട്. ചില വചനം പറയുമ്പോൾ ചില ധാരധാര കരയും, കണ്ണുനീര് വരും. എവിടെ? ഹൃദയം ശുദ്ധമാകുകയാണ്. അപ്പോൾ ഇതാ പറയുന്നുണ്ട് 27-ാമത്തെ വാക്യത്തിൽ, കപടഭക്തിക്കാരന്മാരെ ശാസ്ത്രിമാരും ആയുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം, വെള്ള തേച്ച ശവക്കല്ലറയോടാണ് നിങ്ങൾ ഒത്തിരിക്കുന്നത്. വെള്ള തേച്ച ശവക്കല്ലറ, അവരെ ശവക്കല്ലറയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ചിലർ വെള്ളം തേച്ച് അങ്ങ് നടക്കും, പുറമേ ഭയങ്കര വെള്ളയാണ്, വൈറ്റും. പ്രൈസ്, ഞാനല്ല പറയാം, തിരുവചന പറയുന്നത്. വെള്ള തേച്ച ശവക്കല്ലറയോട് നിങ്ങൾക്ക് ഒത്തിരിക്കുന്നു, അവ പുറമേ അഴകായി ശോഭിക്കുന്നു. പുറമേ നല്ല ശോഭയാണ്, എങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലൊരു അശുദ്ധി നിറഞ്ഞു. ശവക്കല്ലറയ്ക്കകത്ത് എന്താണ്? ചത്തവരുടെ അസ്ഥിയും സകലവിധ അശുദ്ധിയും, അതിനകത്ത് അശുദ്ധി നിറഞ്ഞിട്ടുണ്ട് കല്ലറയ്ക്കകത്ത്. ചില പോകുമ്പോൾ പുറമേ ഭയങ്കര ഡീസൻ്റാണ്, വാ തുറന്ന നാറ്റം വെച്ച വാക്കുകളെ പറയുള്ളൂ. അങ്ങനെ ഉള്ളവരെ വിട്ടൊഴിയണം. ചിലർ ഓടി നടന്ന് പിടിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ പുറമേ അവൻ നോക്കുമ്പോൾ ഓക്കെയാണ്, അകമേ ശവക്കല്ലറയ്ക്ക് തുല്യമാണ്. അതിനോട് പറയുന്നു, അവർ അഴകായി ശോഭിക്കുന്നു, എങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവരുടെ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേ അധർമ്മം നിറഞ്ഞിരിക്കുന്നു. നമ്മൾ പുറമേ അങ്ങനെ തന്നെ ഒരു പുറമേ നിങ്ങൾക്ക് തോന്നും അവർ നീതിമാന്മാരാണെന്ന്, അവർ നല്ലവരാണ് തോന്നും, അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നും.
പക്ഷേ ദൈവം പറയുന്നു മനുഷ്യർക്ക് തോന്നും അകമോ അധർമ്മം നിറഞ്ഞിരിക്കുന്നു. ഇന്ന് തിരുവചനം വിളിച്ചു പറയുന്നു മനുഷ്യൻ പുറമേ നോക്കുന്നുണ്ട്. ഇന്ന് മനുഷ്യൻ പുറമേ നോക്കുന്നുണ്ട്, ഈ ലോകം പുറമേ നോക്കുന്നുണ്ട്. പക്ഷെ ദൈവം നോക്കുന്നത് അകത്താ. കുഞ്ഞ്, നിന്റെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. മനുഷ്യന്റെ പുറമേ നോക്കി കാണുമ്പോ ദൈവം അകത്തെ കാണുന്നു. ഒരു കണ്ണാടി പോലെ നിന്റെ ഹൃദയത്തെ സ്പഷ്ടമായി ആർക്ക് കാണാൻ പറ്റും? ദൈവത്തിന് കാണാൻ പറ്റും. നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിരൂപണങ്ങളെയും സകലം തിരിച്ചറിയുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് ഞാനും നീയും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നിന്നെ ആമേ വഴിതെറ്റിക്കുന്ന അനുഭവങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക്, ഇടർച്ചയിലേക്ക് പോകുമ്പോ സകലത്തിന്റെ മേൽ ഇന്നൊരു ശുദ്ധീകരണം നമ്മൾ അശുദ്ധമായി നിറഞ്ഞിരിക്കുന്നത്. അശുദ്ധമായത് ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവത്തിന് വേണ്ടത് വിശുദ്ധമാണ്. ദൈവത്തിന് വേണ്ടത്. ആമേ പലരും നീതി എന്ന് ചോദിക്കുമ്പോ മനുഷ്യന്റെ നോക്കുമ്പോ അകമേ അധർമ്മം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ദൈവത്തിനെതിരായിട്ട് പറയുമ്പോ അധർമ്മമാണ്. സത്യത്തിനെതിരായിട്ട് പറയുമ്പോ അധർമ്മമാണ്. സഭയ്ക്കെതിരായിട്ട് പറയുമ്പോ അധർമ്മമാണ്. പരിശുദ്ധാത്മാവിനെതിരായിട്ട് പറയുമ്പോ അധർമ്മമാണ്. ഇതെല്ലാം തിരുവചനം വിളിച്ചു പറയുന്നു. അതെല്ലാം ആരിൽ വരുന്നു? അത് ചത്ത അസ്ഥിക്ക് തുല്യം അശുദ്ധമായി ശവക്കല്ലറയ്ക്കകത്തിരിക്കുന്ന ആമേ അശുദ്ധമായിരിക്കുന്ന കെട്ട അനുഭവങ്ങളെ വിളിച്ചു പറയുന്നുണ്ട്. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോകരുത്. അശുദ്ധന്റെ കൂടെ കൂട്ടുകെട്ടിയ നീയും അശുദ്ധനാകും. നിങ്ങൾ അശുദ്ധരുമായിട്ടുള്ള ആത്മീയമായുള്ള ബന്ധം ഉണ്ടായിരിക്കണം. അശുദ്ധമായത് നിന്നെ മലിനമാക്കും. അപ്പോൾ നിന്റെ ജീവിതം മലിനമാക്കും. നിങ്ങൾ ചാനലിലൂടെ ഒക്കെ നോക്കുമ്പോ, TV ചാനലിലൂടെ നോക്കുമ്പോ ദൈവം പറയുന്ന ചട്ടങ്ങൾ അനുസരിച്ച് അതിനകത്ത് നമ്മൾ ആയിരിക്കുന്നത് പോലെ ആയിരുന്നില്ല എങ്കിൽ അശുദ്ധമാണ്. ആരും എന്തും എവിടെ നമുക്ക് പറയുന്ന പോലെയല്ല. നമ്മൾ ആര് പറയുന്നത് കേൾക്കണം. പറയും മുമ്പേ നമ്മൾ നോക്കണം അതിനകത്ത് പറയുന്ന വ്യക്തിയുടെ ക്വാളിറ്റി നോക്കണം. ഇന്ന് നമ്മളെ ഓരോ ക്വാളിറ്റി ദൈവം കൊണ്ടുവന്നിരിക്കുക. നമ്മളെ തന്നെ ചെത്തി വെടിപ്പാക്കി കഴുകി ശുദ്ധീകരിച്ച് ദൈവകരങ്ങൾ കൊടുത്ത് ദൈവഹിതപ്രകാരം മുന്നോട്ട് പോയില്ല എങ്കിൽ ദൈവം പറയുന്നുണ്ട് നിങ്ങൾ അധർമ്മം നിറഞ്ഞിരിക്കുന്നു. ദൈവം പറയുന്ന ചട്ടങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങൾ ഏത് അളവിലാണോ ദൈവത്തെ എടുക്കുന്നത് അത് അധർമ്മമായി മാറുന്നുണ്ട്. ദൈവം പറയുന്ന ചട്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ജീവിച്ചില്ല എങ്കിൽ അധർമ്മമാണ്. ആരാധന അതിനനുസരിച്ച് ആരാധിച്ചില്ല എങ്കിൽ അധർമ്മമാണ്. വസ്ത്രത്തിൽ പറയുന്നുണ്ട് അത് അധർമ്മമാണ്. പുറമെ എല്ലാം ശരിയാണെങ്കിലും സകലത്തിൽ ചിലത് എവിടെയൊക്കെയോ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, തിരുവചനം പറയുന്നുണ്ട് നിന്റെ അധർമ്മം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തെയാണ് അധർമ്മം എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇന്ന് അധർമ്മത്തെ മാറ്റി ഒരു മാനസാന്തരത്തിലൂടെ നിന്റെ ഹൃദയത്തെ ദൈവകരങ്ങൾ കൊടുക്കുമെങ്കിൽ ഒരു ദൈവ പ്രവൃത്തി ഇന്ന് സംഭവിക്കുക ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. റോമർ 8:13 നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. നോക്കിക്കോണം, നിങ്ങൾ ജഡത്തിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. ഇത് പറയും ഞങ്ങളെല്ലാവരും മരിക്കും. ജനിച്ചാലൊരിക്കൽ മരണമുണ്ട്. ആ മരണത്തെ അല്ല പറയുന്നത്. ഒരു മരണമുണ്ടെങ്കിലും ഒരു നിത്യജീവനുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ആത്മഭാരമാണ് പറയേണ്ടത്. നിങ്ങൾ ജഡത്തിനനുസരിച്ച് നിങ്ങളെ ശരീരം പറയുന്ന അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും. എന്നാൽ എങ്കിലും മരിക്കും നിശ്ചയം. ആത്മാവിൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിലോ നിങ്ങൾ ജീവിപ്പിക്കും. നോക്കിക്കൊള്ളാം, ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ, കാരണം എന്തെന്ന് പറഞ്ഞാൽ ജഡത്തിനെ നമ്മൾ പറയുന്നത് പോലെ അനുസരിപ്പിക്കണം. ഈ ജഡം പറഞ്ഞാൽ കേൾക്കൂല. കണ്ണിനാണെങ്കിൽ വല്ലാത്ത കുഴപ്പമാണ്, മൂക്കാണെങ്കിൽ വല്ലാത്ത വലിച്ച് ആവശ്യമില്ലാതെ കയറ്റും. ഇതിനെല്ലാത്തിനും കുഴപ്പമാണ് ചെവി. അല്ലേ? പഞ്ചേന്ദ്രൻ എവിടെയൊക്കെ കുഴപ്പമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ
വഴിതെറ്റിക്കുന്നതാണ്. കണ്ണ്, മൂക്ക്, ചെവി, അതിനെക്കാട്ടിൽ കുഴപ്പമാണ് നാവ്. അടിവാച്ചേരുന്ന സാധനമാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച പള്ളിയിൽ വരാതെ ഇന്നടുത്ത് 10,000 രൂപ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന്. അപ്പുറത്തെ ചേച്ചി പറഞ്ഞു, ഞാൻ പോട്ടോ. ശരി പോയിക്കോ. ഇത് ചാടി കേട്ടുടങ്ങ് പോവുകയാണ്. അപ്പോൾ ജഡത്തിൻ്റെ വാക്ക് കേട്ടു. ഈ വിശ്വാസി പറയണം, ഇന്ന് ഞായറാഴ്ചയാണ്, പള്ളിയിൽ പോകേണ്ട ദിവസമാണ്, ആരാധിക്കേണ്ട ദിവസമാണ്. ആ ദിവസമെന്ന് പറയുകയാണ്, ഇന്നൊരു 10,000 രൂപ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആത്മാവിൽ കീഴ്പ്പെടാതെ, പക്ഷെ ആത്മാവുള്ളവർ പറയും ഇത് 10,000 രൂപ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആത്മാ പറയും അതിനെക്കാട്ടിലും 50,000 വിടുതലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ആത്മാവുള്ളവൻ പറയും. പക്ഷെ ആത്മാവില്ലാത്ത വ്യക്തികൾ പറയും, ശരി ഇന്ന് 10,000 ഇവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറമേ ഒന്നും കിട്ടത്തില്ല, ഇന്ന് ഇവിടെ വന്നിരുന്നാൽ ചിലപ്പോൾ ആഹാരം കഴിച്ചിട്ട് പോകാൻ പറ്റും. പക്ഷേ ആത്മാവിൽ പ്രാപിക്കുന്ന പറയും, എന്നെ ദൈവം അടുത്ത ഒരാഴ്ച ദൈവം കോഴി തൻ്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ്റെ ചിറകിൽ മറയ്ക്കുന്ന പോലെ മറയ്ക്കുന്നൊരു ദൈവത്തെ, ആ സാന്നിധ്യം എനിക്ക് വേണം. ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഭൗതിക ഇഷ്ടത്തിനനുസരിച്ച് ശരീരത്തെ വിട്ടുകൊടുക്കുമ്പോൾ അത് ചെന്ന് വീഴുന്നത് അനീതിയിലോട്ടാണ് ചെന്ന് വീഴുന്നത്. ഈ ലോകത്തിൻ്റെ ചിന്തയ്ക്കപ്പുറമായി ഈ ജഡത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിൽ ബന്ധിക്കണം. ആത്മാവിൽ ബന്ധിച്ചു ജഡം മരണത്തെ കൊണ്ടുപോകും. പക്ഷെ ആത്മാവ് വിചാരിച്ചാൽ ജഡത്തെ രക്ഷിക്കാൻ പറ്റും. നരകത്തിൽ പോകാതെ ജഡത്തെ രക്ഷിക്കാൻ പറ്റും. അത് ആത്മാവ് ശ്രമിക്കണം. ജഡം എപ്പോഴും ആഗ്രഹിക്കും ഈ ലോകത്തിന്റെ കാര്യങ്ങളും ലോക സുഖങ്ങളിലേക്ക് മാടി വിളിക്കുമ്പോൾ നിന്റെ കണ്ണിനൊന്ന് നിയന്ത്രിക്കണം, മൂക്കിനൊന്ന് നിയന്ത്രിക്കണം, നിന്റെ ചെവിയൊന്ന് നിയന്ത്രിക്കണം, നിന്റെ അവയവങ്ങളെ നിയന്ത്രിക്കണം, പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കണം. ദൈവകരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഞാൻ പൗലോസ് പറഞ്ഞു, ഞാൻ അടിമയാക്കി എന്റെ ശരീരത്തെ, ഞാൻ അടിമയാക്കി. ഇന്ന് നിങ്ങളുടെ ശരീരത്തെ അടിമയാക്കണം. ഈ ലോകത്തിന്റെ പാപത്തിൽ വിടാതെ, ഈ ലോകത്തിന്റെ സുഖത്തിൽ വിടാതെ, ഈ ലോകത്തിന്റെ മദ്യത്തിൽ വിടാതെ, ഈ ലോകത്തിന്റെ കഞ്ചാവിന്റെയും, ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ ലോകത്തിന്റെ പാപത്തിലേക്ക്, ഇന്ന് പല മയക്കുമരുന്നിന്റെ പിറകിലോട്ട് പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ബിസ്ക്കറ്റിന്റെ പേര് പറഞ്ഞ്, ചോക്ലേറ്റിന്റെ പേര് പറഞ്ഞ് പല സൗജന്യമായി കൊടുത്ത് അടിമയാക്കുന്നുണ്ട്. നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ജഡത്തിനെ സന്തോഷിപ്പിക്കുന്ന മദ്യവും, ഇന്ന് ലഹരി പദാർത്ഥങ്ങൾ, അതുപോലെ സിഗരറ്റ്. ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ ഒളിച്ചും പതുങ്ങിയെന്ന സിഗരറ്റ് വലിക്കുന്നത്. അതും 5 വയസ്സും 6 വയസ്സുമായ കുഞ്ഞുങ്ങൾ, കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, അല്ല സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ. ആൺപിള്ളേർ മാത്രമല്ല, പെൺകുഞ്ഞുങ്ങളും നല്ലപോലെ വലിച്ചു വിടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരെ ജഡത്തിനെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിലോട്ട് പോകുമ്പോൾ അതിനെ നമുക്ക് ജയിക്കണമെങ്കിൽ ആത്മാവിന്റെ ശക്തി വേണം. ആത്മാവിന് നമ്മൾ കീഴ്പ്പെടണം. നമ്മൾ ഈ ലോകത്തിന്റെ ലഹരിയിലോട്ട്, ചിലർ മദ്യം കുടിച്ച് അവർ പറയും, മദ്യം കുടിച്ചു കഴിഞ്ഞാൽ, മദ്യം എന്ന് പറഞ്ഞാൽ ബ്രാൻഡി, അതിൽ പല കാര്യം, വിദേശ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തൊന്നുമില്ല കുറേ നേരം ഇങ്ങനെ വിട്ടിരിക്കുമെന്നറിയാം. ഞാൻ പറഞ്ഞ ജീവിതകാലം വരെ വിട്ടുന്നത് നല്ലത്. നീ രാവിലോട്ട് കഷ്ടപ്പെട്ട് 1,000-1,500 രൂപ ജോലിയും ചെയ്തിട്ട് അവിടെ ചെന്നിരുന്നിട്ട് ആ വിഷം വാങ്ങിച്ച് കുടിച്ചിട്ട് 5-6 മണിക്കൂർ നിന്റെ ഭാര്യ കാരണം മക്കളെന്ന് പറഞ്ഞാൽ എടുത്ത് ബാൻഡ് അടിക്കുമ്പോൾ 2 അടി അടിച്ചിട്ട് ബോധം വരുമ്പോൾ, ഞാൻ നിന്നെ അടിച്ചോ? മക്കളെ പോട്ടെ, പപ്പയോട് ക്ഷമിക്കടാ, ഞാൻ ഇതിൻ്റെ അടിക്കത്തില്ലേ. പിറ്റേന്ന് വരുമ്പോഴത് തന്നെയാണ്. പിറ്റേന്ന് നേരം വെളുക്കാൻ മോൻ ചെന്ന് ഓടെ കിടക്കുന്നു, അമ്മ വീട്ടിൽ ഗൂരപ്പുറത്തിരിക്കുന്നുണ്ട്. പിറ്റേന്ന് പറയും, ഞാൻ ചെയ്യത്തില്ല കേട്ടോ. പക്ഷേ ശരീരത്തിനെ സന്തോഷിപ്പിക്കുന്ന ലഹരികൾ നമ്മുടെ മേൽ വാഴുമ്പോൾ അവിടെ വാഴുന്നത് ആത്മാവല്ല. ഈ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിച്ച് ലഹരിക്ക് നമ്മൾ അടിമയാക്കാതെ
ആമേ വചനത്തിൻ്റെ മേൽ നമ്മൾ കീഴ്പ്പെടുത്തണം. ഈ ലോക സുഖങ്ങളിൽ ഒരു സഹോദരി വന്നിട്ട് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മക്കളൊക്കെ ആയിട്ട് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കണം. ഒരു 40-48 വയസ്സുണ്ടെന്ന് തോന്നുന്നു. ഭർത്താവുണ്ട്, മോളയച്ചു, മോളെ കൊച്ചുമുണ്ട്. എന്നിട്ട് പറയുന്നു, എനിക്ക് കല്യാണം കഴിക്കണം, എനിക്ക് ആരുമില്ല. ചിലർക്ക് ഒറ്റയ്ക്കൊക്കെ ജീവിക്കുമ്പോൾ പറയും, എനിക്ക് ആരുമില്ല, കല്യാണം കഴിച്ചാൽ എല്ലാം ശരിയാവുന്നു. ചില അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ഒരു കാര്യം പറഞ്ഞിട്ട് പോവുകയാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ വിചാരിക്കും ഒരു കല്യാണം കഴിച്ചാൽ എല്ലാം ശരിയാവുന്നു. ഇല്ല ദൈവമക്കളെ, അതോടെ നിൻ്റെ ജീവൻ തീരുകയാണ്. അതോടെ തീരുകയാണ്. ഇതാ അമ്മയ്ക്ക് കൂട്ടുകാരൻ വന്നു, കൂട്ടുകാരുടെ മക്കളെയും പീഡിപ്പിച്ച കാലഘട്ടമാണ് കഴിഞ്ഞ ആഴ്ച വാർത്ത നടന്നത്. കണ്ടില്ലായിരുന്നോ? ഒറ്റയ്ക്ക് നമ്മൾ ഇരിക്കുമ്പോൾ പലതും തോന്നും, അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇപ്പോൾ ഒരു ഐസ്ക്രീം കുടിച്ചെങ്കിൽ കൊള്ളായിരുന്നു, ഒറ്റയ്ക്കലി ഇരിക്കണേ. പലതും തോന്നും, ഇപ്പോൾ ഒരു മാമ്പഴം കഴിച്ചെങ്കിൽ കൊള്ളായിരുന്നു. പല ഫ്രൂട്ടുകളും കഴിക്കാൻ തോന്നും. ജഡത്തിനെ പറഞ്ഞ ആവശ്യമില്ലാത്തതിനെ നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. പക്ഷേ ഈ സഹോദരി അവസാനം ഒരു രോഗത്തിൻ്റെ മധ്യേ കീഴ്പ്പെട്ടു. ചില രോഗങ്ങൾ വന്ന് പിടിച്ച സമയത്തും പറയുന്നു, എനിക്ക് കൂടെ വരാൻ ആരുമില്ല. പക്ഷെ എന്നിട്ട് പോലും ക്രിസ്തുവിനെ ഒന്ന് മുറുകെ പിടിക്കുവാൻ ഈ ലോകത്ത് ഞാൻ പറയാം, നമ്മൾ അമ്മയുടെ ഉദരത്തിനകത്ത് വന്നതും ഒറ്റയ്ക്കാണ്, പോകുന്നതും ഒറ്റയ്ക്കാണ്. കൂടെ ആരെ കൊണ്ട് പോകത്തില്ല. കുഞ്ഞെ, ഈ ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലും ഒറ്റയ്ക്കാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തെറ്റിപ്പോയി. എൻ്റെ കുടുംബത്തിൽ 10 വരെ സഹോദരന്മാരുണ്ടെന്ന് വെച്ചോ. ഞങ്ങൾ 10 വരെന്നല്ല, 3 വരെ ഉള്ളൂ. ചില 10 വരെ സഹോദരന്മാരുണ്ട്. പക്ഷെ എല്ലാവരും നമ്മുടെ കൂടെ വരുമെന്ന് കേട്ട് കഴിഞ്ഞാൽ വരത്തില്ല. ചില വേദനകൾ വന്നാലും ബുദ്ധിമുട്ടുന്നാലും അവരോരാണ് സഹിക്കുന്നത്. നിങ്ങൾ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും അവസാനം അവൻ്റെ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് ദൈവം പ്രതിഫലം കൊടുക്കുന്നത്. എണ്ണം കൂടിയിട്ട് കാര്യമില്ല, എണ്ണം കുറഞ്ഞിട്ട് കാര്യമില്ല, ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നിന്റെ അളവനുസരിച്ച് നിന്റെ വിശ്വാസത്തിൻ്റെ മേൽ എത്രയോ സഹോദരന്മാർ, എത്രയോ സഹോദരിമാർ ഞാൻ പറയട്ടെ, അവർ ഒറ്റയ്ക്കാണ്. പക്ഷെ ഞാൻ പറയും, ഒറ്റയ്ക്കല്ല, യേശു നിന്റെ കൂടെ ഉണ്ട്. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരോട് പറയുകയാണ്, ഈ ചാനലിലൂടെ കേൾക്കുന്നവരോട് പറയുക, നിങ്ങൾ ഒറ്റയ്ക്കാണോ? പക്ഷേ ഈ ഒറ്റയ്ക്ക് കിടക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഒരു ദിവസം ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. നിങ്ങളൊന്ന് ഉപദ്രവിക്കുക, ഒരാളൊന്ന് കയറി നോക്കണം, ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈ ഒറ്റയ്ക്ക് കിടക്കുന്ന നിങ്ങളെ ഒന്ന് ഉപദ്രവിക്കുക, ഒന്ന് കയറി നോക്കണം. അവൻ നിന്ന് എരിയും അവിടെ നിന്നുണ്ട്. നിങ്ങളെ സംരക്ഷണം ചെയ്തിരിക്കുന്ന സ്വർഗീയ കരമാണെന്ന് മനസ്സിലാവത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എൻ്റെ പ്രാർത്ഥനയിൽ ഒരു വ്യക്തിയുണ്ട്, ദൂരെയാണ്. അപ്പോൾ അടിക്കുവാൻ ഒരു സംഘം ഗുണ്ടാൾ വന്നു, ബുള്ളറ്റിലൊക്കെ വന്ന് വണ്ടിയിലൊക്കെ ഇറങ്ങി. അപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ വ്യക്തി അകത്ത് ഒറ്റയ്ക്കാണ്, ഗുണ്ടാൾ വന്ന് നിറച്ചു, വീട് വളഞ്ഞു. പക്ഷെ അവർക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല. ഇവരെക്കാട്ടിലും വലിയ ആൾക്കാർ അതിനകത്ത് നിൽക്കുന്നു, അതിനെക്കാട്ടിലും തീ പിടിച്ച് നിൽക്കുന്നു. അവരെ കാമ്പൗണ്ട് മൊത്തം തീ പിടിച്ചിരിക്കുന്നു. പക്ഷെ ദൈവമേ, അവരെ കാമ്പൗണ്ട് ചവിട്ട് അനുവദിച്ചിട്ടില്ല. ഒരു സംഘം ആൾക്കാർ വളഞ്ഞപ്പോ ഇന്ന് പലരും പറയും ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഒന്ന് തൊട്ടു നോക്കണം. ഈ ദേശത്തിൻ്റെ മധ്യ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, ഞാൻ ഒറ്റയ്ക്കായി ദേശത്ത് വന്നത്. എന്നെ പലരും ഒന്ന് തൊടാൻ നോക്കി, പലർക്ക് സാറ്റടിക്കാൻ പറ്റിയില്ല. പലർക്കും ഇപ്പം തൊടുമെന്ന് പറഞ്ഞതിനെല്ലാം ദൈവം തൊട്ട് സാറ്റടിച്ചു. പക്ഷേ ഈ വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി വടിവാളുമായിട്ട് സകലതുമായി വന്ന സമയത്ത് അതിലൊക്കെ അകത്ത് കയറാൻ കഴിയാതെ വലിയൊരു സൈന്യത്തെ അവർ കണ്ടു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ വ്യക്തിയോട് പറയാണ്, അണ്ണൻ്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാരെ ഇറക്കി വിട്ടിട്ടുണ്ടാന്ന്. ഈ ചിരിച്ചുകൊണ്ട് നടക്കുന്നവരാണ് തകർക്കാൻ വന്നത്, തോളിൽ കൈയിടുന്നവരാ പണം വാങ്ങിച്ചുകൊണ്ട് കൊല്ലാൻ വരുന്നത്. ചോദിക്കുകയാണ്, നിങ്ങളെ വീട്ടിൽ ഭയങ്കര ഒരു പ്രത്യേകതയാണല്ലോ, അതെന്താ പറ്റി? അത് ഞങ്ങൾ നോക്കിയപ്പോൾ അതിനകത്തൊന്നും വരാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അറിഞ്ഞത്. അങ്ങനെ വെളിയിൽ നിന്ന് പറ സാക്ഷ്യം,
എന്ന് പറഞ്ഞാൽ വെളിയിൽ വളഞ്ഞപ്പോൾ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ ആരൊക്കെ നമ്മുടെ ഭവനത്തെ വളയുന്നുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. സ്വർഗത്തിലെ ദൈവം തന്റെ സൈന്യങ്ങളെ കൊണ്ട് ഇറക്കി 1000 ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാ വചനം പറയുന്നു, നിന്റെ ശരീര പ്രവൃത്തികൾ ഒത്തവണ്ണം, പ്രവൃത്തികൾ ഒത്തവണ്ണം. നമ്മൾ ദൈവത്തിന്റെ ഒറ്റയ്ക്കാണെങ്കിലും ദൈവം നമ്മളെ ജഡത്തെ നമ്മള് ആത്മാവിൽ ബന്ധിച്ചു ദൈവകരങ്ങൾ കൊടുത്താൽ ദൈവം നമ്മെ സൂക്ഷിക്കും. അല്ല, ജഡത്തിന്റെ ഇഷ്ടത്തിലോട്ട് കൊണ്ടുപോയാൽ ആത്മാവ് നശിച്ചു പോകും. പ്രൈസിലാവുന്നുണ്ടോ? നമ്മൾ ആത്മാവാണ് ജഡത്തെ കൊണ്ടുപോകേണ്ടത്. എവിടെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ശരീരമാണ്. നിങ്ങൾ ആത്മാവിനെ പറഞ്ഞ് മനസ്സിലാക്കണം. പലത് കാണും, മറ്റുള്ളത് അനുഭവിക്കും പോലെ നോക്കും, അവർക്ക് അതുണ്ട് ഇതുണ്ട് എല്ലാം കാണും. പക്ഷെ അതിലൊന്നും വീണു പോകരുത്. മറ്റുള്ളവരെ നോക്കി ജീവിക്കരുത്. അടുത്തുള്ളവന്റെ പ്രശ്നത്തെ നോക്കരുത്. നമ്മൾ നോക്കേണ്ടത് ക്രിസ്തുവിനെയാണ് നോക്കേണ്ടത്. യേശുവിനെ നോക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ആത്മാവിന്റെ ശരീര പ്രവൃത്തികളെ മരിപ്പിക്കണം. എന്നാൽ നമ്മുടെ ഇഷ്ടങ്ങളല്ല. മോഹം എന്ത് ചെയ്യും? മോഹം ഗർഭം ധരിക്കും, പാപത്തെ പ്രസവിക്കുന്നുണ്ട്. അത് ഗർഭം ധരിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജഡത്തെ നമ്മൾ എപ്പോഴും കീഴ്പ്പെടണം. ജഡത്തെ ആത്മാവിനെ നമ്മൾ ഒതുക്കണം. ആത്മമണ്ഡലത്തെ പിടിച്ചു നിർത്തണം. ഇന്ന് ഹല്ലേലൂയ കണ്ണും മൂക്കും കയ്യും കാണിക്കുമ്പോൾ അതിലോട്ട് പോകരുത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ലോകത്തിലെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഈ ലോകത്തിന്റെ പാപത്തിലേക്ക് ശത്രു നോക്കുമ്പോൾ അങ്ങോട്ട് പോകരുത്. നിങ്ങൾ എന്ത് വെച്ച് മാടി വിളിച്ചാലും ഒരു വസ്ത്രമായിരിക്കാം, സഹോദരിമാരെ വീഴ്ത്തുന്നത് ഒരു ചുരിദാറായിരിക്കാം, ചിലപ്പോൾ ഒരു സാരി ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിയ ഫോണായിരിക്കാം. അതിലൊന്നും വിടല്. അതിനെക്കാട്ടും വലിയൊരു അനുഗ്രഹത്തെ നിങ്ങൾ കാണണം. ഇതിലൊന്നും വീഴ്ന്നു പോകാതെ എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിലെല്ലാം ഉണ്ട്. മാനുഷ്യമായി അപ്പുറമായി ദൈവത്തിന്റെ പക്കലേക്കുള്ള ഈ ലോകത്തിന്റെ ഭൗതിയെ നോക്കാതെ ജഡത്തിലേക്ക് വിടാതെ, ജഡം നശിക്കുമ്പോൾ ആത്മാവ് നശിച്ചു പോകാതെ ജഡത്തെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ആത്മാവിനുണ്ട്. ജഡം നശിക്കാതെ, നമ്മുടെ ആത്മാവ് നശിക്കാതെ ജഡത്തെ കൺട്രോൾ ചെയ്യണം. ജഡം നശിച്ചു പോയ ജഡം ഇരുന്ന് ഉറങ്ങിപ്പോയ ആത്മാവിൽ ഉറങ്ങിപ്പോകും. പക്ഷെ ആത്മാവിൽ ഉണർന്നിരിക്കുമ്പോൾ ജഡം പറയും ഉണര്. അകം ഉറങ്ങിപ്പോകരുത്, ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉന്മേഷത്തോടെ ഇരിക്കണം. അതാ ശരീര പ്രവൃത്തികളെ, നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ, ദൈവത്തിന്റെ ഹിതമില്ലാത്ത പ്രവൃത്തികളെ ശരീരം ചെയ്യുവാൻ വിളിക്കും. ആവശ്യമില്ലാത്ത യാത്രകൾ, ആവശ്യമില്ലാത്ത രീതികൾ, ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ എവിടെയൊക്കെ എന്തൊക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് തല കൊണ്ട് വയ്ക്കരുത്. തല ഊരേണ്ട അടുത്തൊക്കെ തല ഊരി പോരണം. ഇല്ലാത്തടത്ത് ആവശ്യമില്ലാത്ത തല കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ കുടുങ്ങിപ്പോകും. ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്ത ഒരു കാര്യത്തിലും നിങ്ങൾ പോകരുത്. ഒരു യാത്രയ്ക്ക് പോകുന്ന മുമ്പ് ദൈവത്തോടൊന്ന് ചോദിര്, അരുളപ്പാട് ചോദിര്, ദൈവത്തിന്റെ ആലോചന ചോദിര്. ഇന്ന് പ്രാർത്ഥിച്ചു പോകുന്ന എത്രയുണ്ട്? ദൈവഹിതമാണ് ചോദിക്കുന്നുണ്ട്, ദൈവത്തിന് ഇഷ്ടമാണ് ചോദിക്കുന്നുണ്ട്. ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിച്ചാൽ നിന്റെ ആത്മാവ് നഷ്ടപ്പെടത്തില്ല. ആത്മാവ് എനിക്കുള്ളവനാകുന്നു, ഞാനാകുന്നു പറയുന്നു. നീ ദൈവത്തെ എത്രത്തോളം സ്വീകരിക്കുന്നുണ്ടോ അത്രത്തോളം ദൈവം സ്വീകരിക്കും. നീ എത്രത്തോളം ദൈവത്തെ തള്ളുന്നുണ്ടോ അത്രത്തോളം ദൈവത്തെ തള്ളും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ ഏത് അളവിലാണോ ദൈവത്തെ സ്വീകരിക്കുന്നത്? ഞാൻ വചനം പറഞ്ഞു, പ്രസംഗിച്ചു, ഞാൻ കടന്നുപോയി, നിങ്ങൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അത് ഏത് അളവിലാണെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഏത് മേഖലയിലും, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും നിങ്ങൾ യേശുവിനെ എത്രത്തോളം ഉയർത്താൻ പറ്റുമോ, യേശുവിനെ എത്രത്തോളം മുറുകെ പിടിക്കാൻ പറ്റുമോ, അവിടെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ, ഇന്ന് ദൈവഹിതപ്രകാരം മുന്നേറുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആവശ്യത്തെക്കാട്ടിലും, ഒരു ഭാര്യയുടെ ആവശ്യത്തെക്കാട്ടിലും, സഹോദരൻ ആവശ്യത്തെക്കാട്ടിലും ഞാൻ പറയാം യേശുവിന്റെ ഹിതത്തിന് വേണ്ടി വരണം. നീ ദൈവത്തിന്റെ ഹിതത്തിലോട്ട് വരണം. ഇന്ന് സഹോദരനെ പേടിച്ചിരിക്കരുത്, സഹോദരിയെ പേടിച്ചിരിക്കരുത്. പേടിക്കേണ്ടതിന് ഭയപ്പെടണം.
ഇന്ന് നാട്ടുകാരെ പേടി, ബന്ധുക്കളെ പേടി, സഹോദരങ്ങളെ, മരുമോനെ പേടി, മരുമോളെ പേടി, മൊത്തത്തിലെ ഭയമായിരിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ ആ പേടിക്കേണ്ടവനെ പേടിക്കുന്നില്ല, അറിയേണ്ടവനെ അറിയുന്നില്ല, ദൈവത്തെ നിസ്സാരനായി കാണുന്നുണ്ട്. ഇനി ദൈവത്തെ നിസ്സാരനായി കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു പറയുന്നുണ്ട്, ദൈവം നിങ്ങളെ നിസ്സാരമായിട്ട് കാണും. നിന്റെ പ്രാർത്ഥന നിസ്സാരമായി പോകും. സൂത്രത്തിലൊന്നും കാര്യം അടിച്ചെടുക്കാൻ പറ്റത്തില്ല കുഞ്ഞെ. ദൈവത്തെ ഒരിക്കലും അനുഗ്രഹം എനിക്ക് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്കൊരു നന്മ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് പലരും പറയുന്നു എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോ ഉള്ളതൂടെ പോകും. നീ എവിടെ എത്തണം? ദൈവം എത്രത്തോളത്തെ നീ ദൈവത്തെ ഉയർത്തുമോ അത്രത്തോളം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറച്ച് പൈസ തരാനുണ്ടോ? പൈസ, അയ്യോ ഞങ്ങളുടെ കയ്യിൽ പൈസയേ ഇല്ല. കയ്യിൽ 10,000 വെച്ച് ചോദിക്കുകയാണ്, പൈസ എല്ലാം തരാനുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ പൈസയേ ഇല്ല, ഞങ്ങൾ കടം വാങ്ങിച്ചാണ് അരിയൊക്കെ വാങ്ങിച്ചത്. വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, പൈസ ഉണ്ടെന്ന് പറയണം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുക, എൻ്റെ അനുഭവം പഠിപ്പിക്കുക. എൻ്റെ കയ്യിൽ വേണമെങ്കിൽ 1000, 2000 അല്ലെങ്കിൽ 10,000 ഉണ്ടെന്ന് വെച്ചോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിക്ക്, അവസാന നിമിഷത്തിൽ പോയിന്റിലോട്ട് പറയാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ നന്മ ഉണ്ട്. ഇപ്പോൾ പൈസ ഉണ്ടോയെന്ന് കേട്ടാൽ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് തരാൻ വ്യവസ്ഥയില്ല. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, എന്നെ നിങ്ങൾക്ക് ആർക്കും വേണം വിളിക്കാം. പൈസ ഉണ്ടോയെന്ന് കേൾക്കാം, ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് തരാൻ വ്യവസ്ഥയില്ല. അത് മറ്റൊരാളുടെ പൈസയാ, മറ്റൊരാൾ കൊടുക്കേണ്ട പൈസയാ. അതെടുത്ത് നിങ്ങൾക്ക് തരാൻ വ്യവസ്ഥയില്ല. ചിലർ പറയും, വെച്ചിട്ട് പറയും, അയ്യോ ഞങ്ങളുടെ ഇല്ല. അപ്പോൾ ദൈവം നോക്കുന്നു, ഇവിടെ വെച്ചിട്ടില്ല എന്നല്ലേ പറയുന്നത്. ചിലർ തിന്നാലും തിന്നില്ലെന്ന് പറയും, കിട്ടിയാലും കിട്ടിയില്ലെന്ന് പറയും. ഇതെല്ലാം ദൈവത്തെ കാണുന്ന നിലവാരമാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ പറയുന്ന കാര്യത്തിന് ദൈവം മഹത്വം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അനുഗ്രഹത്തെ നിങ്ങളുടെ വാ കൊണ്ടാണ് ബ്ലസ് ചെയ്ത് ഉയർത്തേണ്ടത്. ഞാൻ അവസാന പോയിന്റിലോട്ട് വരാൻ പോവുകയാണ്. നിങ്ങളുടെ അനുഗ്രഹം ഒരു മുട്ടുസൂചിയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണം അത് ആണിയാണ് കിട്ടിയെന്ന് പറയണം. ഒരു മുട്ടുസൂചി കിട്ടിയിട്ടാണ് പറയണം എനിക്ക് തന്ന നല്ല പിരിയൻ ആണിയാണ് തന്നെ പറയണം. ബിരിയാണിയല്ല, വലിയ ആണി. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചെറുത് കിട്ടുമ്പോൾ പറയും അയ്യോ എനിക്കൊരു പൊടി പോലും കിട്ടിയില്ല എന്ന് പറയരുത്. നമ്മുടെ അനുഗ്രഹത്തെ, ദൈവം തരുന്ന അനുഗ്രഹത്തെ എത്രത്തോളം നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമോ അത്രത്തോളം ദൈവം സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് തൻ്റെ മക്കളെ ഉയർത്തിപ്പിടിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് മാർക്കിടുന്നത് ആരാ? സ്വർഗത്തിലെ ദൈവമാണ്. നിങ്ങൾ പറയുന്ന കാര്യത്തിൻ്റെ മേൽ നിങ്ങൾ മറച്ചു വെച്ചാൽ, അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞോ, പൈസ ഉണ്ടാന്ന് കേട്ടാൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ധൈര്യമായിട്ട് പറയാം, നിങ്ങൾക്ക് തരാൻ വ്യവസ്ഥയില്ല. അതാ എൻ്റെ മാർക്ക്. ഇന്ന് എവിടെയൊക്കെ ദൈവത്തെ വേണ്ടെന്ന് അനുഗ്രഹം കിട്ടുമ്പോൾ മറച്ചു വയ്ക്കരുത്. അനുഗ്രഹത്തെ മറച്ചു വയ്ക്കരുത്, ഒളിച്ചു വയ്ക്കരുത്. കിട്ടിയില്ല എന്ന് പറഞ്ഞ് നീ മറച്ചു വയ്ക്കുന്നതെല്ലാം ദൈവത്തെയാണ്. നീ ഓരോന്ന് ചെയ്യുന്നത് ക്രിസ്തുവിനെതിരായിട്ടാണ്. പറയുന്നത് തന്നെ ദൈവം പ്രവർത്തിക്കും. നീ പറയുന്നത് ആര് പ്രവർത്തിക്കും? ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ആമേ ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിനെ എവിടെയൊക്കെ നമുക്ക് ഉയർത്താൻ പറ്റുമോ, ദൈവനാമം എവിടെയൊക്കെ നമുക്ക് മാനിക്കാൻ പറ്റുമോ അവിടെ എല്ലാം മാന്യത കൊടുത്ത് ശരീരത്തെ നമ്മൾ ബന്ധിച്ച് ശരീരത്തെ നശിപ്പിക്കാതെ ജഡത്തിന്റെ മേൽ അതിനെ നമ്മൾ ഉപവസിച്ച് ബന്ധിച്ചുകൊണ്ട് ജഡത്തിന്റെ ഇഷ്ടത്തിനല്ല ആത്മാവിന്റെ ഇഷ്ടത്തിലേക്ക് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയ സകലത്തിന്റെ മേൽ ആത്മാവിന്റെ 9 ഫലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് വിശുദ്ധിയിലും വേർപാടിലേക്ക് കൊണ്ടുവന്ന് ദൈവം വിശുദ്ധനായിരിക്കുമ്പോൾ നീയും വിശുദ്ധനാകുക. നിന്റെ കുറവുകളെയും പാവങ്ങളെയും ഏറ്റുപറഞ്ഞ് രൂപാന്തരപ്പെടുക. തെറ്റുകളെ തിരുത്തുക, അനീതിയെ തുടച്ചു കളയുക. ഇന്ന് പാപത്തെ വിട്ട് മടങ്ങി വരിക. ചെയ്യല്ലെന്ന് പറയുന്നത് ചെയ്യല്ലേ. മടങ്ങി വരണം. ഒരു മാനസാന്തരം മടങ്ങി വരണം. വരുന്ന ദിവസങ്ങളിൽ ദൈവസൽ 7 ദിവസത്തെ പൂർണ്ണമായി എന്താണ്? ഒരു ശുദ്ധീകരണമാണ്. പൂർണ്ണമായി ശുദ്ധീകരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കണം. ദൈവഹിതത്തിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് കഴുകണം. ദൈവം ഇടപെടണമെങ്കിൽ ദൈവം നമ്മൾ താഴ്ന്നിരിക്കണം. ദൈവത്തിന് സമർപ്പിക്കണമെങ്കിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്ത് ജഡത്തെ നശിപ്പിക്കുന്നവരാവരുത്. ജഡം ആത്മാവിനെ രക്ഷിക്കണം. അതിന് ആത്മാവിന് പ്രവർത്തിക്കുവാൻ ജഡത്തെ നമ്മൾ സമർപ്പിക്കണം. മനസ്സിലായല്ലോ?
ആത്മാവിനെ നമ്മൾ അനുസരിക്കണമെങ്കിൽ ജഡത്തെ എന്ത് ചെയ്യണം? നമ്മൾ പറയുന്നതിലാക്കണം. ആത്മാവ് പറയുന്നതിലാക്കണമെങ്കിൽ ജഡത്തെ ആ വഴുതിയിൽ കൊണ്ടുവരണം. ശരീരം പലതും പറയും. ശരീരം എന്തുണ്ട്? നല്ല ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ശരീരം പലതും പറയും. പക്ഷെ ആത്മാവിൻ്റെ വരുതിയിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ അങ്ങനെ കൊണ്ടുവന്നാൽ ദൈവം നിന്നെ വിശുദ്ധനായിരിക്കുമ്പോൾ ദൈവം നിന്നെ വിശുദ്ധനാക്കി മാറ്റും. ദൈവത്തിന് ഇഷ്ടമില്ലാതെ അശുദ്ധമായി തീരുമ്പോൾ പറയും ഇത് അശുദ്ധമാണ്. ഇന്ന് അശുദ്ധമാക്കാനല്ല, വിശുദ്ധനാക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഇന്ന് തള്ളിക്കളയുന്നതല്ല, ഇന്ന് തള്ളി പറയുന്നതല്ല, നമ്മൾ ഏറ്റു പറയത്തക്കവണ്ണം എവിടെയും യേശു ഉയർത്തണം, യേശുവിനെ മാനിക്കത്തവണ്ണം, യേശുവിനെ പറയണം. എല്ലാം 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 എൻ്റെ കർത്താവ് യേശുവാണ്. ഇന്ന് എൻ്റെ അനുഗ്രഹത്തിന്റെ ഉയർച്ചയ്ക്ക് കാര്യം എന്നെ ഇതുവരെ നടത്തിയ ദൈവം കർത്താവ് യേശുവാണ്. അപ്പനാണ്, അമ്മയാണ്, എൻ്റെ എല്ലാം എല്ലാം എൻ്റെ യേശുവാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കർത്താവേ, നീ എന്നെ മനസ്സല്ല എൻ്റെ കുറവുകളെ പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് ഞാൻ അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ. അവിടുത്തെ ഇഷ്ടം ചെയ്യുന്ന പാത്രമായി ദൈവമേ, നിന്റെ ഹിതത്തിന് ഒത്തവണ്ണം അനുസരിക്കുന്ന ദൈവഹിതമുള്ള ദൈവത്തിന് ഇഷ്ടപ്രകാരം ചട്ടങ്ങൾ അനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കത്തക്കവണ്ണം ദൈവ ക്രമീകരിക്കത്തക്കവണ്ണം എൻ്റെ ശരീരത്തിനെയും എൻ്റെ ആത്മാവിനെയും അങ്ങ് ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരത്തക്കവണ്ണം, ദൈവത്തിന് കൊള്ളാവുന്ന ഒരു യാഗമായി തീരത്തക്കവണ്ണം എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്വർഗം പറയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയ മകൾ. ഇന്ന് പലരെ മാറ്റുന്നുണ്ട് ഈ വചനം, പലരെ ശുദ്ധീകരിക്കുന്നുണ്ട് ഈ വചനം, പലരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു നിമിഷം കടക്കാൻ പ്രാർത്ഥിക്കുക. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം സമർത്ഥം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാ ദൈവമക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയാത്തത്, ദൈവത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു ഹൃദയമായി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാവരെയും ചാനലുടെയും മീഡിയയുടെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം മുഴുവൻ മഹത്വം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. സകല യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.